ഹലോ, എൻ്റെയൊക്കെ ചെറുപ്പത്തിലേ നമ്മുടെ വീട്ടിൽ മീൻ കൊണ്ടുവരുന്നത് വാസന്തി ചേച്ചിയായിരുന്നു കേട്ടോ. അതിനു മുൻപ് ഒരു അന്ത്രേമാനൊക്കെ വരാറുണ്ടായെന്ന് അമ്മ പറഞ്ഞ കേട്ടിട്ടുണ്ട്. പക്ഷെ ആളെനിക്ക് അത്ര അങ്ങോട്ട് ഓർമ്മയില്ല. വാസന്തി ചേച്ചിയെ നല്ല ഓർമ്മയുണ്ട്. കാര്യം എന്താണെന്നറിയോ, ചേച്ചി വല്ലപ്പോഴാണ് ഞണ്ട് കൊണ്ടുവരുള്ളൂ. ഞണ്ട് കൊണ്ടുവരുന്ന ദിവസമൊക്കെ ഞാനിങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഞണ്ട്. വാസന്തി ചേച്ചി കഴിഞ്ഞ് പിന്നെ പറൂരുള്ള വേറൊരു ചേച്ചി കേട്ടോ നമ്മളുടെ വീട്ടിൽ വന്നത്. ആ ചേച്ചിയുടെ പേര് എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ വന്നാണ് നമ്മളുടെ മാഹിൻക. പിന്നെ കുറേ കാലം മാഹിൻകാടെ കേട്ടോ മീൻ മേടിച്ചേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പണ്ടൊക്കെ ഒരു 10-10:30 വരെയൊക്കെ മീൻ നോക്കിയിരിക്കും. 11 മണിയായിട്ട് മീൻകാരനെ കണ്ടില്ലെങ്കിൽ മാത്രമാണ് ഫ്രിഡ്ജ് തുറന്ന് പച്ചക്കറി പുറത്തേക്ക് എടുക്കുകയുള്ളൂ കേട്ടോ. അന്നൊക്കെ ചോറിനുമ്പോൾ ഉണക്കമീനാണെങ്കിലും പച്ചമീനാണെങ്കിലും ഇങ്ങനെ ചോറിൻ്റെ സൈഡിൽ ഉണ്ടെങ്കിൽ ഒരു സന്തോഷമല്ലേ. പക്ഷെ വലുതായപ്പോൾ പല ഇഷ്ടങ്ങളും ഇല്ലാതായി. ചോറുണ്ണാൻ അങ്ങനെ മീനൊന്നും നിർബന്ധമില്ലാണ്ടായിട്ടോ. പക്ഷെ ഇപ്പോൾ നമ്മൾ താമസിക്കുന്നത് കണ്ടില്ലേ, വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൻ്റെ കുറച്ചടുത്താണ്. എപ്പോൾ വേണമെങ്കിലും ചെന്ന് മീൻ മേടിക്കാം. പക്ഷെ ഇപ്പോൾ പോകുമ്പോൾ ഞങ്ങൾ കുറച്ചധികം മീൻ ഒന്നിച്ച് മേടിക്കാറാട്ടോ പതിവ്. ഇടയ്ക്കെടുത്ത് കറി വെക്കാമല്ലോ. അപ്പോൾ ഇത്തവണ ഞാൻ പോയപ്പോൾ മേടിച്ചത് ഒരു 1.5 കിലോ അയലയും പിന്നെ കുറച്ച് കിളിമീനും നമ്മുടെ പുതിയ അപ്പള കോര കിളിമീൻ മേടിച്ചു. പിന്നെ കുറച്ച് ഞണ്ടാട്ടോ മേടിച്ച്, എൻ്റെ ഫേവറേറ്റാണ്. ഞണ്ട് മേടിച്ചു. പിന്നെ പീര പറ്റിക്കാൻ കുറച്ച് മത്തി മേടിച്ചു. ഇങ്ങനെ മീനൊക്കെ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇരിക്കണോണ്ടാന്ന് തോന്നുന്നു മീനോടൊന്നും വലിയ താല്പര്യം തോന്നില്ല. പക്ഷെ മീനുണ്ടെങ്കിൽ കറി വെക്കാൻ വേറെ കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ല, ഇതിലിപ്പോൾ ഏത് മീനാണ് ആദ്യം എടുക്കുക? എന്നാൽ പിന്നെ നമ്മളുടെ കിളിമീൻ തന്നെ ആയിക്കോട്ടെ. കുറച്ചങ്ങോട്ട് ഫ്രൈ ചെയ്യാം, അയല കറിയും വയ്ക്കാം. എങ്ങനെയുണ്ട്? അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ ഏതാ? ഏത് മീൻ കഴിച്ചാലും നിങ്ങൾക്ക് ഒട്ടും മടുക്കാത്തത് ഒന്ന് കമൻറ്റിൽ അറിയിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.